ഹലോ, അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മളിന്ന് വാള പിടിക്കാൻ വേണ്ടി വന്നേക്കുക കേട്ടോ. വാള പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഷിമാനോ എഫക്സിൻ്റെ റീല്, അതുപോലെ തന്നെ റിക്കി മാരുവിൻ്റെ ബ്രൈഡ്, പിന്നെ ഡൈവയുടെ ക്രോസ് ഫെയറിൻ്റെ റോഡ്, പിന്നെ ഒരു സ്പൂൺ ലിവർ കേട്ടോ. അതിലൊരു 15 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു ലീഡർ ലൈനും കൂടെ മാത്രമേ നമ്മൾ ഘടിപ്പിച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ആ തോടിലുണ്ടോ നമ്മൾ മാക്സിമം കാസ്റ്റ് ചെയ്തു. എന്തായാലും കുറച്ച് കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മീൻ അടിച്ച് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അവനെ നമ്മൾ അടിച്ച് കരയിൽ കയറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു ചെറിയ മീനും കൂടെ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം ഒരു 1/2 കിലോ സൈസ് അല്ലെങ്കിൽ 1 കിലോയ്ക്ക് അകത്ത് നിൽക്കുന്ന മീനുകളാണ് കേട്ടോ. എന്തായാലും സ്പൂൺ ലൂറിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ ഡിസ്ട്രക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ മീനും നമ്മൾ റിലീസ് ചെയ്തില്ല. എല്ലാത്തിനും നമ്മൾ വലയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെയും കുറച്ചുകൂടെ വലിയ വാള എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ചൂണ്ടയിടാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ചൂണ്ട ചെറുതായിട്ടൊന്ന് ഉടക്കി. അങ്ങനെ നമ്മുടെ ചൂണ്ടയൊക്കെ ഉടക്കുന്ന കണ്ടുകൊണ്ട് നിന്ന നേരെ അപ്പുറത്ത് നിന്നൊരു ചേട്ടൻ ആ വള്ളത്തെ വന്ന് നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി ആ ലൂർ എടുത്ത് തന്നു കേട്ടോ. നമ്മളൊരു സഹായം പോലും ചോദിക്കാതെയാണ് അദ്ദേഹം അതൊക്കെ ചെയ്തത്. നമ്മുടെ കയ്യിൽ ആകപ്പാടം ഉണ്ടായിരുന്ന 2 മീനാണ് കേട്ടോ. വള്ളം അടുപ്പിക്കാൻ മേലാത്തതുകൊണ്ട് നമ്മൾ ആ മീനെ എടുത്ത് ചേട്ടൻ്റെ വള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചേട്ടനെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ.